ഓണക്കാലമാണ്, ഓണനാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് ഓണക്കാലമായാൽ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു വാക്കുണ്ട്, ഓണവില്ല്. ഓണവില്ല് എന്ന് പറയുമ്പോൾ ഓണവില്ല് കുടുംബത്തെ നമുക്ക് ഒരിക്കലും മറക്കാനാകില്ല. ഓണവില്ല് കുടുംബത്തിലാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് മേലാറന്നൂരുള്ള വിളയിൽ വീട് ഓണവില്ല് കുടുംബം. നമുക്കിവിടേക്ക് വരുമ്പോൾ തന്നെ ഓണവില്ലിൽ അവരുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു ഡയറക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഓണവില്ലിലാണ് ഓണവില്ല് കുടുംബത്തിലേക്കുള്ള വഴി സൂചിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും ആ ഒരു പവിത്രത നിലനിർത്തുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മുൻ വർഷങ്ങളിലും ഓണക്കാലത്ത് നമ്മൾ ഇവരുമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. ഇവരുടെ വിശേഷങ്ങൾ ഓരോ ഓണക്കാലത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇക്കുറിയും ഞങ്ങൾ ഇവരെ തേടിയെത്തിയിരിക്കുന്നത്. ഇത് കുടുംബത്തിലെ കാരണവരായ ശ്രീ ബിനുകുമാറാണ്, ഭദ്രാരത്നം ബിനുകുമാർ. അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എല്ലാവരും കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഓണവില്ല് വിശേഷങ്ങളല്ല നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഈ ഓണവില്ല് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അത് തുടങ്ങിയ ഒരു കാലം ഉണ്ടാകും. അങ്ങേക്ക് അത് കേട്ടറിവുള്ള കഥയായിരിക്കാം. മുതുമുത്തശ്ശന്മാർ എങ്ങനെയാണ് അവരിങ്ങനെ ഒരു ഓണവില്ല് എന്നൊരു സമർപ്പണ ചടങ്ങിലേക്ക് ഭാഗമായത്? ഇതൊരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഈ ഒരു ചോദ്യം. കാരണം ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഓണവില്ല്, എങ്ങനെയാണ് ഓണവില്ല്, ആ ഓണവില്ലിൻ്റെ സൃഷ്ടി എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ പല ചോദ്യങ്ങളും ഒരുപാട് കേൾക്കുകയുണ്ടായി. പക്ഷേ ഞങ്ങളൊക്കെ വളരെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില സത്യങ്ങളും ചില കഥകളും ഒക്കെ ഉണ്ട്, കേട്ടറിഞ്ഞതുമായിട്ടുള്ള സത്യങ്ങളുണ്ട്. ഈ ഓണവില്ലിന് പള്ളിവില്ലെന്നാണ് പേര്. വാമൊഴിയിലൂടെയാണ് ഓണവില്ലായിട്ട് മാറിയത്. കാരണം ഓണത്തിന് സമർപ്പിക്കുന്നതുകൊണ്ട് ഓണവില്ല്. കാരണം ഞങ്ങൾ ഇവിടെ വില്ല് ചമയ്ക്കുന്ന അല്ലെങ്കിൽ വില്ല് നിർമ്മിച്ച് വരച്ച് സമർപ്പിക്കുന്ന ഒരു കുടുംബമാണ്. പലരും വർഷങ്ങൾക്ക് മുമ്പ് വില്ല് വയ്പ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ആ വില്ല് വയ്പ്പ് എന്ന് പറഞ്ഞ് ഭഗവാന് കൊണ്ട് സമർപ്പിക്കുന്നു. സമർപ്പണത്തിന് വില്ല് വയ്പ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ വില്ല് വയ്ക്കുന്ന കുടുംബത്തിനെ ഓണത്തിന് സമർപ്പിക്കുന്നതായതുകൊണ്ട് ഓണവില്ല് കുടുംബമായിട്ട് പിന്നെ ആൾക്കാർ വിളിച്ചു തുടങ്ങി. പലരും ആ ഓണവില്ല് കുടുംബമാണെന്ന് പറയും. കാര്യം അവർക്കൊരു എളുപ്പമായിട്ടുള്ളൊരു വാക്കാണ്. അപ്പോൾ പള്ളിവില്ലെന്നുള്ള പേര് മാറി ഓണത്തിന് സമർപ്പിക്കുന്നതുകൊണ്ട് അത് ഓണവില്ലാവുകയും ആ ഓണവില്ല് സമർപ്പിക്കുന്ന കുടുംബത്തിനെ ഓണവില്ല് കുടുംബമെന്ന് അറിയപ്പെടുന്നത് കാലാന്തരങ്ങളിൽ വന്ന ഒരു മാറ്റത്തിലൂടെ സംഭവിച്ചതാണ്. പക്ഷേ ഈ ഓണവില്ലിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട ഒരു കാര്യമാണ്, ഒരു വിഷയമാണ്. അതായത് ഞങ്ങളെല്ലാം ശില്പി പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്, സ്ഥപതികളാണ്. ക്ഷേത്രത്തിൻ്റെ സ്ഥപതികൾ, കണക്കന്മാർ, ശില്പികൾ ഒക്കെയാണ്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും നിർമ്മിക്കുകയും അതിൽ കണക്ക് കൊടുത്ത് അതിൻ്റെ കണക്കൊക്കെ പൂർത്തിയാക്കി മുത്താചാരിയായിട്ട് പൂർത്തിയാക്കി ക്ഷേത്രം സമർപ്പിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ ശില്പിയുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ശില്പവേല ഉണ്ടായിരിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ചില തൂണുകളിൽ ഇപ്പോൾ അവിടെ തന്നെ താളം ഉള്ള തൂണുകളുണ്ട്. അതൊരു അത്ഭുതമാണ്. അതൊരു ശില്പിയുടെ കോൺട്രിബ്യൂഷൻ. അത് ആരും ഒരു രാജാവ് പറഞ്ഞു കൊടുക്കുക ഇന്നത് വേണമെന്ന് പറയുന്നതല്ല. അന്നത്തെ രാജാവ് പറയാണ് അവിടെ ഇത്രയും താളങ്ങളുള്ള തൂണ് വേണം. അത് അങ്ങനെയല്ല, ശാസ്ത്രജ്ഞനായ ഒരു ശില്പിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ നാദവും താളവും ഒക്കെ മനസ്സിൽ വരുമ്പോൾ ആ നാളം അറിയാവുന്നൊരു ശില്പിയായിരിക്കണം. നാദം കേട്ട് അതിന് സരിഗമ പദനിസ എന്ന് പറയുന്ന ക്രമത്തിൽ ഉള്ള നാളമുള്ള എയർ ഹോളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തട്ടുമ്പോൾ അവിടെ ശബ്ദം സായും രീയും ഗായും ഒക്കെ വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള നാദമുള്ള തൂണ് വേണം. അത് ശില്പിയുടെ ഒരു ചാതുര്യമാണ്. അതേപോലെ നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിലൊരു തൂണുണ്ട്. ആ തൂണിൽ കൈകൊണ്ട് കൊത്തി ഇളക്കാൻ പറ്റാത്ത, പുറത്തെടുക്കാത്ത ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട്. അത് അത്ഭുതമാണ്. കാര്യം അത് ശില്പിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്, മനോധർമ്മമാണ്, അല്ലെങ്കിൽ ശില്പിയുടേതായിട്ടുള്ളൊരു സംഭാവനയാണ്. അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ സഭ കൂടും. പത്മനാഭസ്വാമി ക്ഷേത്രം ചെയ്യാൻ വന്ന അവർ അളിയന്മാരാണ്. ഇവിടെ ചുറ്റുവട്ടത്തെല്ലാം അപ്പൂപ്പൻ്റെ സഹോദരിയുടെ ഭർത്താവും അതുപോലെ അവരുടെ മക്കളും ഇവരൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥപതികളും ശില്പികളുമാണ്, മൂത്താചാര്യമാരാണ്. അപ്പോൾ ഇവിടെ രാജകുടുംബത്തിൽ തന്നെ പ്രത്യേക സ്ഥാനമൊക്കെ അവർക്കുണ്ടായിരുന്നു. ഇവിടെ ഈ കുടുംബത്തിൽ തന്നെ അനന്തപത്മനാഭൻ എന്നുള്ള സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. കാരണം രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവിൻ്റെ പേരിലായിരിക്കും ആ നാട്ടിലെ ശില്പി അറിയപ്പെടുന്നത്. ഇപ്പോൾ രാജരാജ ചോഴൻ എന്ന
തമിഴ്നാട്ടിൽ രാജരാജ ചോഴൻ ഭരിച്ചിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ശില്പി, ഒരു ഉദാഹരണത്തിന് രാമയ്യനാണെങ്കിൽ രാജരാജ ചോള രാമയ്യനായിരിക്കും. അതേസമയം ഇവിടെ തിരുവിതാംകൂറിൽ നമ്മുടെ രാജ്യം ഭരിച്ചത് പത്മനാഭസ്വാമിയാണ്. കാര്യം രാജ്യം ഭഗവാൻ അണിയറ വെച്ച് അവർ രാജകുടുംബം ദാസന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പേരിലാണ് നമ്മളെല്ലാം അറിയപ്പെടുന്നത്. ഭഗവാന്റെ സ്ഥാനപ്പേര് നമുക്ക് തന്നിട്ടുണ്ട്, പ്രമാണത്തിലൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആനന്ദപത്മനാഭൻ, ഇപ്പം എൻ്റെ പേര് ബിൻകുമാർ എന്നാണെങ്കിൽ ആനന്ദപത്മനാഭൻ ബിൻകുമാർ എന്നാണ് അറിയപ്പെടേണ്ടത്, പക്ഷേ അഭിമാനിക്കാം. അതുപോലെ രാമസ്വാമി, എൻ്റെ അപ്പൂപ്പൻ്റെ പേര് ആനന്ദപത്മനാഭൻ രാമസ്വാമി. ഇവരുടെയൊക്കെ ഇനിഷ്യലി എ ആയിരിക്കും. അച്ഛൻ്റെ പേര് എയുമായിട്ട് ബന്ധമില്ലാത്ത, പക്ഷേ ഈ അനന്തപത്മനാഭൻ്റെ എ ആണെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. കാര്യം അതിങ്ങനെ ഒരു സ്ഥാനപ്പേര് കിടക്കുന്നതായിട്ട് രേഖകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ആ ശില്പിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അന്ന് സമർപ്പിച്ച ഒരു ചിത്രരചനാ ശില്പമാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല്. ഇതിനൊരു ഡിസൈൻ, ആ ഡിസൈൻ വള്ളത്തിൻ്റെ മാതൃകയാണ്. നമ്മളെ ഭഗവാനെ പത്മനാഭസ്വാമി വഞ്ചി വാണ പെരുമാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ വഞ്ചിയുടെ രൂപത്തിൽ കൊത്തിയെടുത്ത് അതിൽ ഭഗവാന്റെ ചൈതന്യം മുഴുക്ക വരച്ച് ഭഗവാന് സമർപ്പിച്ചു. ഇതാണ് ആ കോൺസെപ്റ്റ്, ആചാരത്തിൻ്റെ ഭാഗത്ത്.